ഹല്ലേലൂയ. പ്രശ്നങ്ങൾക്കൊരു മറുപടിയായി ദൈവത്തിന്റെ ആത്മാവിനെ പറയുന്നു, നിന്റെ മറുപടി അടുത്തിരിക്കുന്നു, നിന്റെ സമയം അടുത്തിരിക്കുന്നു, നിന്റെ അറിയുന്ന സ്വർഗം ഇന്ന് പകൽക്കാലം നിന്റെ മധ്യയുണ്ട്. ആര് ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ അവരെ തുറന്നു കൊടുക്കും? ആര് ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയും, എന്റെ ജീവിതത്തിൽ ഇത്ര വിഷമങ്ങളുണ്ട്, ഞാൻ പല വഴികളിൽ പോയി, ഞാൻ പല പ്രയത്നങ്ങൾ ചെയ്തു, പക്ഷെ ഒരു ഫലവും കണ്ടില്ല. നിന്റെ മുൻപാകെ വന്നിരിക്കുന്നു ആ രക്തസ്രാവമുള്ള സ്ത്രീയെ പോലെ. അനേക വൈദ്യന്മാരുടെ എടുത്തു പോയി, ലോകത്തിലെ ഒരു വൈദ്യയോടെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ അപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് വന്നു. എപ്പോൾ അവർ നിന്നുമാരെ കർത്താവേ, എനിക്ക് നിന്റെ സൗഖ്യം വേണം, എനിക്ക് നിന്റെ കൃപ വേണം, എനിക്ക് നിന്റെ സ്നേഹം വേണം, എനിക്ക് നിന്റെ നെഞ്ചോട് ചേർന്നിരിക്കണം. എപ്പോൾ കർത്താവിന്റെ എടുത്ത വിശ്വാസത്തിൽ കർത്താവ് പോലും അറിയാതെ ആ പകലിൽ അപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇത് കർത്താവിനെ ആഗ്രഹിക്കുന്നവർ, ഇത് കർത്താവിന്റെ മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ഉത്തരവരുളുന്ന പകൽക്കാലം. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്, സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാണ്. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്റെ ദൈവം ഇന്ന് ഒരു വിടുതലിന്റെ ദിവസമാണ്, ഇന്നൊരു ദൈവ പ്രവൃത്തിയുടെ ദിവസമാണ്, ഇന്നൊരു വിടുതലിന്റെ ദിവസമാണ്. എന്റെ മുൻപിൽ അസാധ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സാധ്യതയുടെ ദിവസമാണ്, സാധ്യതയുടെ ദിവസമാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നലെ കേട്ടവർക്കറിയാം, ഇത് എന്റെ സീസണാണ്, ഇതെന്റെ സീസണാണ്. ലോകം മുഴുവൻ പറഞ്ഞോട്ടെ, ഇത് നിന്റെ സീസണല്ലെന്ന്. വിശാലയിൽ മാറിലേക്ക് പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു സീസൺ ഒരുക്കുന്ന ദൈവത്തിന്റെ കരം, ആ ദൈവത്തിന്റെ കരം ഇന്ന് നിന്റെ അടുത്തുണ്ട്. ആ ദൈവത്തിന്റെ കരം ഇന്ന് നിന്റെ സന്നിധിയിൽ ഉലാവിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരുടെ ചുറ്റിലും ഉലാവിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഭാരമേറിയ വിഷയത്തോടെ ആയിരിക്കാം നീ ആയിരിക്കുന്നത്. ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകലിലൂടെ ആരാധിക്കുമ്പോൾ നിന്റെ രോഗസൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഇന്ന് പകലിലൂടെ ആരാധിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മൈലുകൾക്കപ്പുറത്ത് ദൈവ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിന്റെ ഓഫീസ് റൂമിൽ ദൈവിക വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്റെ ദൈവ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാം, ദൈവദാസൻ കടന്നു വന്നിവിടെ പ്രസംഗിക്കാൻ തുടങ്ങേണ്ട ദൈവ സാന്നിധ്യം നീ ഇവിടെ മുട്ടുമടക്കിയ സമയം മുതലിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ദൈവദാസനോട് പഠിച്ചതുപോലെ ഒരു ഫോർമാലിറ്റി ഇന്ന് നിനക്ക് കാണരുത്. ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് നീ വിടുതൽ പ്രവർത്തിക്കണമേ, ഇന്ന് നീ വിടുതൽ പ്രവർത്തിക്കണമേ, ഇന്ന് നീ വിടുതൽ പ്രവർത്തിക്കണമേ, ഇന്ന് നീ വിടുതൽ പ്രവർത്തിക്കണമേ, ഇന്ന് നീ വിടുതൽ പ്രവർത്തിക്കണമേ. വീണ്ടും നമ്മളതിനെ സമർപ്പിക്കാം. നാം പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവിക സന്നിധിയിൽ നിന്ന് ദൈവത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാൻ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഹൃദയങ്ങളെ, നമ്മുടെ മുഴുവൻ ഭാരങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എന്തായിരുന്നാലും അത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ദൈവത്തിൽ നാം പ്രകാരം വായിക്കുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ അതിനെ പിളർത്താം. ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതികൂലങ്ങളൊക്കെ നിങ്ങൾ ദൈവസ്ഥിതിയിൽ വന്ന സമയത്ത് നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ദൈവസ്ഥിതിയിൽ ഇറക്കി വെച്ചാണ് ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ദൈവസ്ഥിതിയിലേക്ക് പകർന്നാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കാൽവരി എന്റെ ക്ഷരം കല്ലേറെക്കുള്ളൊതുങ്ങുകില്ല. കാൽവരി എന്റെ ക്ഷരം കല്ലേറെക്കുള്ളൊതുങ്ങുകില്ല. എത്ര പേർക്ക് പാടാൻ സാധിക്കും? നിന്നെ രക്ഷിച്ചാൽ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ്, അവൻ കാൽവരിക്കുള്ളിൽ മരിച്ച് ആ സെമിത്തേരിയിൽ അടക്കപ്പെട്ട് അതിനകത്ത് ഇന്ന് ജീവിക്കുന്നില്ല, അതിനകത്തുനിന്ന് പുറത്തു വന്ന് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? പത്മോസ് ദ്വീപ് ലേഖനായിരുന്ന ദൈവദാസന് പ്രകാരം പറഞ്ഞു, പത്മോസ് ദ്വീപിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കരം എപ്പോൾ എന്റെ മേൽ വന്നു അപ്പോൾ ഞാൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം ദൈവിക കരം നമ്മുടെ മേൽ വന്നിരുന്നുവെങ്കിൽ, ദൈവിക കരം നിങ്ങളുടെ മേൽ സ്പർശിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മരിച്ച അവസ്ഥകളൊക്കെ മാറിപ്പോയി ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവനുള്ളവരായി തീരാൻ പോകുന്ന പകൽക്കാലമാണ്. കാൽവരി എന്റെ
സപ്പോർട്ട് ചെയ്യുന്ന ഈ UK-യിലുള്ള എല്ലാ ദൈവമക്കൾ ഏവർക്കും യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് ചോദിച്ചാൽ സന്തോഷമാണോ ചോദിച്ചാൽ കൈ കൊടുത്തു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കാൻ കർത്താവ് നൽകിയ നിയോഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് സന്തോഷത്തോടെ പകലായി? പുറത്തെ തണുപ്പുള്ളല്ലോ അല്ലേ, അകത്തില്ലല്ലോ അല്ലേ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ പറഞ്ഞാൽ ദൈവം നമ്മളെ തീയാലും ആത്മാവിനാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും കർത്താവിന് വേണ്ടി ചൂടുള്ളവരായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചിലർ ഈ ബ്രദറിൻ്റെ ഭാഷയിൽ പറഞ്ഞ പിരിവുകാർ, ഈ ഓണത്തിനൊക്കെ പിരിവിന് വന്നിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. അവരെ കാണുന്ന പോലെ എന്തോ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ചിലർ സമീപിക്കാറുണ്ട്. എന്നാൽ ചിലർ നല്ല മനസ്സോടെ കൊടുക്കാറുണ്ട്. ബൈബിൾ പറയുന്നു, നല്ല മനസ്സോടെ കൊടുക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അവർക്ക് പറഞ്ഞാൽ കർത്താവ് എന്തോ ചെയ്യുന്നു? ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കുന്നവരെ മാത്രമല്ല, കർത്താവിനെ കൊടുക്കുന്നവരെയും കർത്താവ് സ്നേഹിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിന് വ്യവസ്ഥകളുണ്ട്. പഴയ നിയമത്തിൽ ദശാംശമാണ്, പുതിയ നിയമത്തിൽ അതിനേക്കാൾ അപ്പുറമായി ഓഹരി എന്നാണ് പറയുന്നത്. ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 പേർക്ക് വേണ്ടി കാര്യങ്ങൾ വീതിക്കുമ്പോൾ അതിൽ ഒരു കൂട്ടം ഓഹരി കർത്താവിന് വേണ്ടി കൊടുക്കണം. കർത്താവിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളവർ മനസ്സോടെ, നിങ്ങളിപ്പം ഇതിനകത്തിടുന്ന ഒരു പൈസ പോലും എൻ്റെയോ ടിജോ ബ്രദറിൻ്റെയോ എയർ ടിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ മിനിസ്ട്രീസിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും ഇംഗ്ലണ്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ കർത്താവിൻ്റെ വേലയിൽ അടുവരും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ മാസം തന്നെ നമുക്ക് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അറിവിന് വേണ്ടി പറയാം. ഒന്ന്, കൂത്താട്ടുകുളത്ത് നമ്മുടെ മീറ്റിംഗ്, കോട്ടയത്തിനടുത്ത് കൂത്താട്ടുകുളത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. 27-ാം തീയതിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിശ്ചയമായും പറഞ്ഞു വിടണം. അതുപോലെ 30-ാം തീയതി കട്ടപ്പനയിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഇൻഫോർമേഷൻ തരാം. നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഈ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം പറയുന്ന ടൈത്ത് നിങ്ങളുടെ ചർച്ചിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ സഭയിൽ, നിങ്ങളെ പോകുന്ന സഭയിൽ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്കുള്ളതാണ്. കൊടുക്കാൻ സാഹചര്യങ്ങളൊന്നുമില്ല, എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ടൈത്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പറയുന്നവർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് ഇത് കർത്താവിൻ്റെ
വേലയ്ക്ക് വേണ്ടി ആകിയാൽ സ്തോത്രത്തോടെ അത് നിങ്ങൾക്കിടാം. അപ്പോൾ തന്നെ നമ്മുടെ TV മിനിസ്ട്രികളുണ്ട്. നമ്മുടെ ഗ്രേസ് ഫാമിലിയുടെ വിവിധ മിനിസ്ട്രികളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നമുക്കിപ്പോൾ പൂർ ആൻഡ് നീഡി എന്ന് പറയുന്ന ഒരു ഫണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സഭയിൽ ഒത്തിരി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാനും ടിജോബ്രദറൊക്കെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്ക് അപ്പുറത്തൊരു വീട്ടിൽ ചെന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു രോഗിയായി, അപ്പൻ വീണു, ആകപ്പാടെ സാമ്പത്തിക ബാധ്യതയായി. നല്ല രീതിയിൽ പണം തുടങ്ങിയതാണ്, പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു ടാർപ്പ വലിച്ച് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ വാർക്കണ്ട വീടിൻ്റെ മുകളിൽ ടാർപ്പ കെട്ടിയ അവസ്ഥ. അങ്ങനെ അവർ 3 വർഷം ഇരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഭാരമുണ്ടായി. കർത്താവ് നമുക്ക് തന്ന അത് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ വീടിൻ്റെ പണി നടത്താനിടയായി. അതുപോലെ നമ്മൾ പല ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. സന്തോഷമുണ്ട്. കാര്യം നിർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഇതുപോലെ ശക്തിയോടെ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളിൽ എടുത്ത് പിടിക്കാം. ആ കരങ്ങളിൽ എടുത്ത് പിടിച്ചിരിക്കുന്നതിനെ നിങ്ങൾ അറിയുക, അത് വിത്താണ്. എല്ലാവരും പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? വിത്താണ്. ഹല്ലേലൂയ. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഈ കൃഷി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നെല്ല് കൃഷി ചെയ്യുമ്പോൾ ഒരു പറ വിതയ്ക്കേണ്ടിടത്ത് ശാഖല ഇട്ടാൽ പിറ്റേ വർഷത്തിൽ അതിൻ്റെ കൊയ്ത്തുണ്ടാകത്തില്ല. കൊയ്ത്തുണ്ടാകും, ആഗ്രഹിക്കുന്ന തരത്തിലൊരു കൊയ്ത്തുണ്ടാകത്തില്ല. അപ്പോൾ എത്രയും ഇടുമോ അതിനനുസരിച്ചാണ് കൊയ്ത്തുണ്ടാകുന്നത്. ബൈബിൾ പറയുന്നു നല്ല നിലത്ത്. എല്ലാവരും പറഞ്ഞ എവിടെ ഇടേണ്ടത്? ഒന്നുകൂടെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നല്ല നിലത്ത്. നല്ല നിലത്തിട്ടാനുള്ള പ്രത്യേകത അതിൻ്റെ സീസൺ ആകുമ്പോൾ 30, 60, 100 മേനിയായി നിങ്ങൾക്ക് മടക്കി കേൾപ്പിക്കും. ഹല്ലേലൂയ. ഇനി ഒരു ദൈവപ്രവൃത്തി നല്ല നിലമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? വേദപുസ്തകത്തിനകത്ത് തന്നെ നമുക്കത് നോക്കിയാലുള്ള ഇത് അർത്ഥം കിട്ടും. നല്ല നിലമാണെങ്കിൽ അവിടെ 1 ദൈവം മഹത്വമുള്ള സ്ഥലമായിരിക്കും. 2 നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കാര്യം നമ്മുടെ പേര് വലുതാകാന്നുള്ളതല്ല, ആത്മാക്കൾ വിടിവിക്കപ്പെടുക. പുറകെ പറഞ്ഞ എന്താണ്? ആത്മാക്കൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ജനനം നടക്കുക. അല്ലേ? ജനനം നടക്കുക. അമ്മേ. 3 കർത്താവുണ്ടെന്ന് തെളിയിക്കുക. ഇപ്പം കറണ്ട് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? കറണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. ലൈറ്റ് കത്തുന്നു, മൈക്ക് വർക്കാവുന്നു, കീബോർഡ് ഓണാവുന്നു. ഇതിൻ്റെ എല്ലാം വൈദ്യുതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പൊ കർത്താവുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ബൈബിൾ പറയുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. അത്ഭുതം വേണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന അച്ചാച്ചന്മാരുണ്ട്. അത് ബൈബിളിന്റെ എഗനിസ്റ്റാണ്. അതാണ് ദുരുപദേശം. കൈ കൊടുത്ത് പറഞ്ഞിട്ട് അതാണ്. അത്ഭുതമൊന്നും ഇല്ലേലും കാര്യമില്ല, അതാണ് ദുരുപദേശം. പറഞ്ഞാട്ടെ, കൈ കൊടുത്ത് പറഞ്ഞിട്ട് അതാണ് ദുരുപദേശം. അത്ഭുതത്തിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അവർ പുറപ്പെട്ട എല്ലായിടത്തും വചനം പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ ഇരുന്നു, അവൻ തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചു. അപ്പൊ കർത്താവുണ്ടെന്ന് എങ്ങനെ അറിയാം? കർത്താവുണ്ടെന്ന് അറിയുന്നത് ഇരുന്നുറങ്ങുന്നത് കൊണ്ടല്ല. അവിടെ അത്ഭുതം നടക്കും, അടയാളം നടക്കും, വീര്യപ്രവൃത്തി നടക്കും. എന്താണ് അത്ഭുതം? പ്രകൃതിക്ക് അതീതമാണ് അത്ഭുതം. എന്താണ് അടയാളം? എന്തോ വെളിപ്പെടാനുള്ളതിന്റെ ബാഹ്യമായ വെളിപ്പടിയിലാണ് അടയാളം. എന്തോ അകത്ത് നിൽക്കുന്നതിന്റെ വെളിപ്പടിയിലാണ് അടയാളം. വീര്യപ്രവർത്തികൾ ഒരു മനുഷ്യനാലും ചെയ്യാൻ പറ്റാത്തതാണ് വീര്യപ്രവർത്തികൾ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് മീറ്റിംഗിൽ ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: 7 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. ദൈവമക്കൾ, ഇതെങ്ങനെ സംഭവിക്കും? യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ അത്ഭുതങ്ങൾ വേണ്ടെന്ന് പറയുന്നതോ അടയാളങ്ങൾ വേണ്ടെന്ന് പറയുന്നതല്ല. നല്ല നിലം യേശു ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും. ഹല്ലേലൂയ. അപ്പം നല്ല നിലം മനസ്സിലാക്കി നിങ്ങൾ വിതയ്ക്കുക. നിങ്ങൾ അവിടെ ഇടുമ്പം ആത്മാക്കൾ വെടിവിക്കപ്പെടുകയും നിങ്ങളുടെ നാമത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിൽ അതൊരു നന്മയായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണ് കരങ്ങളിലെടുത്ത് പിടിക്കാം. കരങ്ങളിലെടുത്ത് പിടിച്ചോട്ടെ. വിത്ത് കരങ്ങളിലെടുത്ത് പിടിക്കാം. പറഞ്ഞാട്ടെ, യേശുവേ, ഞാനിതിനെ സന്തോഷത്തോടെ, സന്തോഷത്തോടെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നിങ്ങളുടെ വിത്തുകളെ എടുത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ.
ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ടൈറ്റ് കൊടുക്കുമ്പോൾ, നിങ്ങൾ ഓഫറിംഗ് കൊടുക്കുമ്പോൾ, വീട്ടിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ബ്ലെസ്സിങ് ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മക്കളിൽ ആരെങ്കിലും ആമേൻ ആ വിഷയത്തിൽ ഭാരത്തോടെ ഇന്ന് പകൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ വഴിമാറാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവേ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ യേശുവിനെ അറിയാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇംഗ്ലണ്ടിൽ വന്നത് കർത്താവിന്റെ കൃപയാണ്, ലണ്ടനിലായിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് യേശുവിനെ അറിയാൻ ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിൽ 700 കോടിയിലധികം ജനമുണ്ട്. അവരെല്ലാം ഈ ദൈവത്തെ, ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം, ശക്തി എന്നൊക്കെ പറഞ്ഞ് അവര് ദൂരെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകത ഇത് നമുക്ക് ദൈവമായി മാത്രമല്ല, ഈ ശക്തിയെ അല്ലെങ്കിൽ ഈ പ്രതിഭാസം എന്ന് അവർ പറയുന്ന ഈശ്വരനെ, പരബ്രഹ്മത്തെ നമുക്ക് അപ്പാന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? അവരതിനെ ദൂരെ നിൽക്കുന്ന എന്തോ ഒരു സംഭവമായിട്ട് കാണുമ്പോൾ നമുക്ക് അടുത്തോട്ട് അപ്പാന്ന് വിളിക്കാൻ ഭാഗ്യം കർത്താവ് തന്നു. അതൊരു ഭാഗ്യ പദവിയാണ്. അതിനെ ബൈബിൾ വിളിക്കുന്ന പേര് വീണ്ടും ജനനമെന്നാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാണോ? നമ്മുടെയൊക്കെ ചോദ്യം രക്ഷിക്കപ്പെട്ടയാണോ? ആ ചോദ്യം കേൾക്കുമ്പോഴേ കേൾക്കുന്നു പേടിച്ചു പോകും. ഏതാണ്ട് ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ അങ്ങ് വലുതാക്കുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ അപ്പന്റെ മക്കളാകുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുഞ്ഞ് വീട്ടിൽ ജനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആ കുഞ്ഞിന് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് കിട്ടും, അല്ലേ? വീട്ടുപേര്. എൻ്റെ പേര് നിജു നെരവേൽ മാത്യു എന്നാണ്. അപ്പൊ എൻ്റെ വീട്ടുപേരും അപ്പൻ്റെ പേരിലൂടെ അതിനകത്ത് കിട്ടി. ഇതുപോലെ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവ മക്കൾ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ജനനത്തിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തരുന്നതാണ് ദൈവ മക്കളാകാൻ. പട്ടിയുടെ കുട്ടി പട്ടിക്കുട്ടിയാണ്, പൂച്ചയുടെ കുട്ടി പൂച്ചക്കുട്ടിയാണ്, ആടിന്റെ കുട്ടി ആട്ടിൻകുട്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞ് ദൈവ പൈതലാണ്. ദൈവം കൽപ്പിക്കുമ്പോൾ അത്ഭുതം നടക്കുമെങ്കിൽ, ദൈവം തൊടുമ്പോൾ വിടുതൽ നടക്കുമെങ്കിൽ, ദൈവം നോക്കുമ്പോൾ വിടുതലുകൾ നടക്കുമെങ്കിൽ, ഇന്ന് പകലും നിന്റെ അകത്തും അതേ സാന്നിധ്യമായിരിക്കുന്നത്. നീ ചെല്ലുന്നിടത്തും അതേ വിടുതലാണ് നടക്കുന്നത്. ഇന്ന് പകൽ അത് വിശ്വസിച്ചുകൊണ്ട് നീ വീട്ടിൽ ചെന്ന് കേളുമ്പോൾ ഇരുളുകൾ വെളിച്ചമായി മാറും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ഒരു മിനിറ്റ് ദൈവത്തെ ആരാധിച്ച് വലിയ പ്രിവിലേജാണ്. ചില പിള്ളേരെ നോക്കിയിട്ട് നാട്ടുകാർ പറയും, അല്ലെ വീട്ടുകാർ പറയും, ഇനി കൂടപ്പുറപ്പുള്ളവരും അപ്പന്റെ അതേ കളറാണ്, അല്ലേ? എന്ന് പറയത്തില്ലേ? ഓ, നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ കേട്ടിരുന്നു. അപ്പന്റെ അതേ കളറാണ്. മുടി കണ്ടു പറയും അമ്മയുടെ മുടിയാ പറയാറില്ലേ? ഫ്രഷല്ലോ. ഇതുപോലെ നിങ്ങളെ നോക്കിയിട്ട് പറയണം, ഇതാ ദൈവത്തിന്റെ ഓടപ്പറയാണ്. ഓ ഹല്ലേലൂയ. നിന്റെ വാക്ക് ചുമ്മാതെ പറയാനുള്ളതല്ല. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്ന പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തതൊന്നും അരുത്. ഏത്? സ്വർഗത്തിന് ചേർച്ചയല്ലാത്തത്. നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. നീ ക്യാൻസൽ ആക്കിയാൽ അത് ക്യാൻസൽ ആണ്. ഉണ്ടാകട്ടെ എന്ന് നീ പറഞ്ഞാൽ അത് ഉണ്ടാകും. ഇല്ലാത്തത് ഉളവായി വരും. What a power is in you. നിന്റെ അകത്തിരിക്കുന്ന ശക്തി എത്ര ഭയങ്കരം. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് മുഖത്ത് നോക്കി ഗൗരവത്തോടെ പറഞ്ഞ സൂക്ഷിച്ചും കണ്ടും വർത്താനം പറയണമെന്ന്. കൈ കൊടുത്ത സൂക്ഷിച്ചു അങ്ങനെ പറയുന്നില്ലല്ലോ. കൈ കൊടുത്ത് പറഞ്ഞ സൂക്ഷിച്ചും കണ്ടും ഒക്കെ. ആമേൻ. വായി തോന്നുന്നത് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, നീ കർത്താവിന്റെ അതേ ലെവലിലാ ഈ ഭൂമി നിൽക്കുന്നത്. കാരണം നിന്റെ അകത്ത് അതുപോലത്തെ ഒരു ജീനായിരിക്കുന്നേ. ഹല്ലേലൂയ. നീ നടക്കുമ്പോ നാട്ടുകാര് പറയണ ഇവൻ ദൈവത്തിൻ്റെതാണ്, ഇവൻ കർത്താവിന്റെ വകയാണ്. ഈ ഇംഗ്ലണ്ടിൽ, UK-യിൽ, ഈ സ്ഥലത്ത് ദൈവം നിങ്ങളെ അയച്ചത് കേവലം ജോലിക്കും പണം ഉണ്ടാക്കാനും മാത്രമല്ല, നിങ്ങളെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി ആ ഹോസ്പിറ്റൽ, ആ ഓഫീസിൽ, ആ സ്കൂളിൽ, ആ ക്യാമ്പസിൽ, ആ ഭവനത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു.
പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചൊരു കാര്യമാണ്, ചിത്രശലഭമാകുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്ക് പ്യൂപ്പ എന്നാണ് പറയുന്നത് അല്ലേ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പ്യൂപ്പേ, ആ പ്യൂപ്പയെ നോക്കി പറയുക നീ ചിത്രശലഭമാകും എന്ന് പറഞ്ഞാൽ പ്യൂപ്പ ചിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം. പക്ഷേ പ്യൂപ്പ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മനോഹരമായ ചിറക് വരും, അതിന്റെ ലെവല് മാറും, അത് പറന്നുയരാൻ തുടങ്ങും, ഇരിക്കുന്നിടത്ത് നിന്ന് പറക്കാൻ തുടങ്ങും. ഒരു സന്തോഷ വാർത്ത, നിന്റെ അകത്തും അതുപോലെ ജീവനുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സ്ഥിതി മാറാൻ പോവുക, നിന്റെ ലെവല് മാറാൻ പോവുക, നീ ഒരു അത്ഭുതമാകാൻ പോവുക. ഫുട്ബോൾ കളി കണ്ടിട്ടുള്ളവർക്കറിയാം, ഗ്രൗണ്ടിൽ രണ്ടാളുണ്ട്. ഒന്ന് റഫറി, 2 കോച്ച്, പിന്നെ കാണികളുണ്ട്. പക്ഷെ ഇവര് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാരാണ്? റഫറി. രണ്ടാരാണ്? റഫറിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്തോ കുഴപ്പം കാണിച്ചാൽ ഉടനെ മഞ്ഞക്കാരുടെ ചുവപ്പ്. ഇതുപോലെ ചില സഭകൾ നിന്നെ മഞ്ഞക്കാട് കാണിക്കാനോ ചുവപ്പ് കാർഡ് കാണിക്കാനോ അല്ല, എന്നാൽ അതേ ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത വേറൊരാളുണ്ട്. അവരുടെ പേര് കോച്ചെന്നാണ്. നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്. ഇന്ന് പകൽ നിന്നെ കുറ്റം വിധിക്കുന്ന ന്യായ പ്രമാണത്തിന്റെ അടിയിൽ നിന്നും യേശു നിന്നെ കോച്ചായിട്ട് നിന്നെ പക്വതയിൽ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും? നീ കൊള്ളത്തില്ല, നിന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല, നിന്റെ പ്രസംഗം ശരിയല്ല, നിന്റെ പാട്ട് ശരിയല്ല, നിനക്ക് കുറവുണ്ട്. അവിടുന്ന് സലാം പറഞ്ഞ് വെളിയുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകമുണ്ട്, ഒരു പ്രത്യേക വെളിപ്പാടുണ്ട്, ഒരു പ്രത്യേക ദൈവം. ഈ ഉലകത്തിൽ നിന്നെ പോലെ കർത്താവിന് പ്രയോജനപ്പെടാൻ നീയേ ഉള്ളൂ. നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. You are unique for Christ. നീ കർത്താവിന് വേണ്ടി വ്യത്യസ്തനാണ്. നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നത് പോലെ വേറൊരാൾക്കും പറ്റത്തില്ല. നീ ആരുടെയും ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നീ ആരുടെയും കോപ്പി അല്ല. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ രൂപം, നിന്റെ നിറം, നിന്റെ കളർ, നിന്റെ സ്വഭാവം, നിന്റെ സൈസ് അവൻ ഉണ്ടാക്കി വെച്ച് നിന്നെ ഭൂമിയിൽ അയച്ചതാണ്. You are unique. നിങ്ങളുടെ അകത്തൊരു ഭയങ്കര സംഭവമുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറയാം, അകത്തൊരു ഭയങ്കര സംഭവം ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് പെട്ടെന്ന് കർത്താൻ. ഇനി ഈ ഒരു കുഞ്ഞൊരു വീട്ടിൽ ജനിച്ചാൽ അപ്പന്റെ അമ്മയുടെ സ്വഭാവം കിട്ടും അല്ലേ? കൊച്ചു ചൂടാവുന്ന കാണുമ്പോഴേ പറയൂ അമ്മയുടെ അതേ ദേഷ്യ. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കരഞ്ഞാ പറയും കണ്ട ആ വല്യപ്പൻ്റെ അതേ പ്രശ്നമാണ്. ഇതെങ്ങനെ കിട്ടി? ജനനത്തിലൂടെ. സെയിം വേ നിങ്ങൾ ജനിച്ചപ്പം വീണ്ടും ജനിച്ചു. എത്ര പേർ കേൾക്കുന്നുണ്ട് തന്നെ? ആ അപ്പന്റെ അതേ സ്വഭാവം നിങ്ങളുടെ അകത്ത് വരും. DNA. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആ മറ്റേ DNA ആയിരുന്നു നിങ്ങളെ കൺട്രോൾ ചെയ്തത്. എത്ര വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ DNA മാറി. ഓ റബാഷ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയുന്നത് പിടിച്ചോ. ഷുഗർ ക്യാൻസർ ആകട്ടെ, ഡയബറ്റീസുകൾ മാറട്ടെ, കൊളസ്ട്രോളുകൾ മാറട്ടെ, പ്രഷറുകൾ മാറട്ടെ, അകാലമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ. ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് ദുരുപദേശം എന്ന്. ദാവീദിന്റെ കല്ലൊക്കെ പറഞ്ഞാൽ അവർക്ക് സന്തോഷം. ഞങ്ങൾ പറയാറുണ്ട് ദാവീദിന്റെ കല്ല് ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ. നിന്റെ രൂപം, യേശുവിനുള്ള രൂപം, നേച്ചർ എന്തൊക്കെയാണെന്ന് അറിയാമോ? ദിവ്യ സ്വഭാവവും ദിവ്യശക്തിയും. എല്ലാവരും പറഞ്ഞിട്ട് എന്തൊക്കെയാണ്? ദിവ്യ ഉറക്കെ. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ നിങ്ങളുടെ അകത്തതുണ്ട്. നിങ്ങൾ അലോ ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. നിങ്ങൾ അതിനെ പിടിച്ചു വെക്കുന്തോറും നിങ്ങൾ ഒരു വല്ലാത്ത മനുഷ്യനായി മാറും.
എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും പറയണം, ഈ ശരീരം ആമേൻ ഇതൊരു ആത്മാവാകുന്നു, ഇത് ശരീരത്തിൽ വസിക്കുന്നു, ഇതിനൊരു ദേഹിയുണ്ട്, ഈ ആത്മാവിൽ ദൈവ സാന്നിധ്യം ഇരിക്കുന്നു. 1 യോഹന്നാൻ 4:4 ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ. കൊലോസ്യർ 1:27 മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്ത്. 2 കൊരിന്ത്യർ 13:5 ക്രിസ്തു എന്റെ അകത്ത്. 1 കൊരിന്ത്യർ 3:16 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത്. റോമർ 8:11 യേശുവിനെ മരിച്ചവരുടെ ഇടയിലും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത്. ചിരിച്ചോട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, വലിയ പുള്ളിയാണല്ലോ, കൊള്ളാലോ, വലിയ പുള്ളിയാണല്ലോ. ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചാൽ പാവത്താനാ. നല്ലല്ല, നീ പാവത്താനൊന്നും അല്ല. നിന്റെ അകത്തൊരു ഭയങ്കര സംഭവം ഇരിപ്പുണ്ട്. നീ ഒരു ഭയങ്കര സംഭവമാണ്. നിന്റെ അകത്ത് ജീവൻ ഇരിക്കുകയാണ്. യേശുവിനെ ഉയർപ്പിച്ച ജീവൻ നിന്റെ അകത്തിരിക്കും. കർത്താവ് എന്തിനാ നമ്മളെ വിളിച്ചെന്നറിയാം? 1 അവനെ അറിയുക. എല്ലാവരും പറഞ്ഞാ കൈ ഉയർത്തി എന്ന് പറഞ്ഞ അവനെ അറിയുക. 2 അവനെ പോലെയാകുക. എന്തിനാ വിളിച്ചേ? അവനെ പോലെയാകണം. നിങ്ങൾ കേൾക്കുന്ന വചനവും പ്രസംഗവും എല്ലാം അവനെ പോലെ ആകാനാ. നമ്മളിരിക്കുന്ന ഈ ഹോളിന്റെ പേര് സർ ഐസക് ന്യൂട്ടൺ ഹോൾ എന്നാണ്. സർ ഐസക് ന്യൂട്ടന്റെ കാര്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് വരുന്നൊരു ചിന്തയുണ്ട്. ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരനായി, പക്ഷെ വളർന്നു വലുതായി, പേരും പ്രശസ്തിയൊക്കെ ആയപ്പോൾ തിരക്കേറിയ ജീവിതശൈലിയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കിട്ടി. ഒറ്റ നോട്ടത്തിൽ ആരെ പോലെ ഇരിക്കും? ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് പോലെ ഡ്രസ് കോഡ് കൊടുത്തു. തന്റെ സ്വന്തം ഡ്രൈവറായി, ജീവിത സഹകാരിയായി കൂടെ നടത്താൻ തുടങ്ങി. ഒരു ദിവസം എവിടെയോ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ ഐസക് ന്യൂട്ടൻ പറഞ്ഞു, വൈകിട്ട് 5 മണിക്കൊരു പ്രസ് മീറ്റിംഗ് ഉണ്ട്, പക്ഷെ ഞാൻ ഒത്തിരി ടയേർഡാണ്. അപ്പൊ ഡ്രൈവർ പറഞ്ഞു കേൾക്കണം, ഒരവസരം തന്നാൽ ഞാൻ കയറിക്കൊള്ളാം. ഐസക് ന്യൂട്ടൻ ചോദിച്ചു, ഒരാ പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ചായ കുടിക്കുന്ന പരിപാടിയിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു കൊണ്ട് അവസരം താ, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. ഐസക് ന്യൂട്ടനും ആ ഡ്രൈവറൂടെ അവിടെ ചെന്നു. അവിടെ അടുക്കാറായപ്പോൾ തന്റെ ഡ്രസ് ഊരി ഡ്രൈവർക്ക് കൊടുത്തു. ആ ഡ്രൈവറുടെ ഡ്രസ് എടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. ഐസക് ന്യൂട്ടൻ ആ ഹോളിന്റെ വെളിയിൽ വണ്ടിയിൽ ചാരി ഇരുന്ന് ഉറങ്ങി. എന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കയറി നീ പൊയ്ക്കോളാൻ പറഞ്ഞു. 10 മിനിറ്റ് വരെ ആ പ്രസ് ഹോളിൽ VIP ഇരിക്കാനുള്ള സീറ്റിൽ ഇരുന്നു. ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് അല്പം മുമ്പ് സർ ഐസക് ന്യൂട്ടൻ വന്ന് ഏറ്റവും പുറകിലിരിക്കുമ്പോൾ ആ മൈക്കിന്റെ മുമ്പിൽ തന്നെ പോലെ അതേപോലെ ഒറ്റ വ്യക്തിക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല അത് കറക്റ്റ് ആണോ ഡ്യൂപ്ലിക്കേറ്റ്. അദ്ദേഹം അവിടെ മാത്രമല്ല, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സാർ ഐസക് ന്യൂട്ടൻ പറയുന്നത് പോലെ ഇദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി. എന്നാൽ അതിനകത്തുനിന്ന് ഒരു ബിരുദൻ ചാടി എന്നിട്ട് കുഴക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. കുഴിക്കുന്ന ഒരു ചോദ്യം. ഉത്തരം തനിക്കറിയാം, പക്ഷെ പറഞ്ഞാൽ തെറ്റുമോ, തെറ്റിയാൽ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി, അദ്ദേഹത്തിന്റെ ഔന്നത്യം, അദ്ദേഹത്തിന്റെ റെസ്പെക്ട് കുറയുമല്ലോ. അദ്ദേഹം ചിരിച്ചോണ്ടൊരു മറുപടി പറഞ്ഞു. ഓ, ഈ ചോദ്യം എത്ര സിമ്പിൾ, ഇതിന്റെ ഡ്രൈവർക്ക് പോലും അറിയാവുന്ന. ഇതെത്ര സിമ്പിളാണ്. ഇത് ഞാൻ പറയുന്നത് എന്റെ ഡ്രൈവർക്ക് വരാൻ പറഞ്ഞു. സാർ ഐസക് ന്യൂട്ടൻ നടന്നു എന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നീ യേശുവിനെ പോലെയാകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിശാചിന് ഒരു യേശുവിനെ പേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നവൻ കണ്ണു തുറക്കുമ്പോൾ യുകയിൽ 100 കണക്കിന് ക്രിസ്തുക്കൾ നടക്കുകയാണ്. നിന്റെ വാക്കുകളെ, നിന്റെ സംസാരത്തെ, നിന്റെ പ്രസംഗത്തെ അവൻ ഭയപ്പെടുകയാണ്. Are you ready? എന്നാൽ പ്രൊഫറ്റിക്കൽ വേർഡുകൾക്ക് റെഡിയാണോ? കർത്താവിന്റെ ദാസനെ ഇന്ന് കഥ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പോവാ. 1 മിനിറ്റ് ഒന്ന് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര ദൈവസാന്നിധ്യം. എല്ലാവരും അന്യഭാഷകൾ ആരാധിക്കുക. എല്ലാവരും അന്യഭാഷ. എല്ലാവരും നല്ലൊരു ഭയങ്കര ദൈവസാന്നിധ്യം നിറയുന്നു. യേശു 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 യേശു. ഒരു മിനിറ്റ് അന്യഭാഷ പ്രാപിക്കാനുള്ള ഒരു കലവ്. അന്യഭാഷ ഓക്കെ, നോ പ്രോബ്ലം.
ബാക്കിയുള്ളവർക്കെല്ലാം അന്യഭാഷ നിറഞ്ഞാണല്ലോ. ആണോ അല്ലയോ? നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ സംസാരം ഉറക്കെ പറയണം. എങ്ങനെ പറയണം? ഒന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം? അത് നിങ്ങൾ പറയുന്ന ദൈവത്തോടാണ്. അത് സംസാരിക്കുന്നത് വലിയ വിടുതലായി മാറും. അങ്ങനെ കണ്ണുകൾ ഒരു മിനിറ്റ് ശബ്ദം അടുത്തിരിക്കുന്നവർ കേൾക്കണം. മറ്റേ അക്ഷരം ദൈവ സാന്നിധ്യം അറിയണം. പരിശുദ്ധ